ഹലോ ഗുഡ് ഡാഗ്. എൻ്റെ പേര് സുബിൻ സാജ് എന്നാണ്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് 2 മാസമായി. ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ കൊണ്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജർമ്മനിയിലോട്ട് വരികയെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കേട്ടത് സുബിൻ്റെ കഥയാണ്. ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വളരെയധികം ഓപ്പർച്യൂണിറ്റീസാണ് കൊടുക്കുന്നത്. ഒരുപാട് പേര് പറയും ഓപ്പർച്യൂണിറ്റി കാർഡ് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലാംഗ്വേജ്. സ്പ്രാഹ നിങ്ങൾക്കില്ല എങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. ഇപ്പോഴും ഇവർക്ക് സ്കിൽഡ് ഷോർട്ടേജ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ജോലി കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ അതിന് ലാംഗ്വേജ് ഒരു ബാരിയർ ആവാൻ പാടില്ല. അപ്പോൾ അതിന് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുക. ഓപ്പർച്യൂണിറ്റി കാർഡ് എടുക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ലാംഗ്വേജ് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഒരു കാരണവശാലും പഠിക്കാതിരിക്കുക. B2 ലെവലിലുള്ള റൈറ്റിങ്ങും സ്പീക്കിങ്ങും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിക്കാൻ, അതായത് പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ആ ഒരു സ്കില്ലുണ്ടാവണം. അതിന് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുക, നല്ല രീതിയിൽ ട്രെയിൻഡ് ആവുക. ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ലാംഗ്വേജ്.